ഹലോ. അപ്പൊ നമ്മള് ഒരു കല്യാണത്തിന് വേണ്ടി ചേട്ടായുടെ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോ അതിന്റെ തലേന്ന് ഞങ്ങള് പെണ്ണിന്റെ വീട്ടിൽ പോയതായിരുന്നു. ഇതിപ്പോ ചെറുക്കന്റെ വീട്ടിലാണ് പോകുന്നത്. നമ്മുടെ ചേട്ടായുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പം അവിടെ എത്തിയപ്പം നോക്കുമ്പം എന്താ പറയാ, അവര് അമ്പലത്തിൽ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനപ്പോ വരുന്ന വീഡിയോ ഒക്കെ പിടിക്കാന്ന് വിചാരിച്ച് അവിടെ നിന്നതാണ്. അപ്പം പെണ്ണും ചെറുക്കനും ഇപ്പൊ വരത്തില്ല. അവര് ഫോട്ടോഷൂട്ടിലാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങള് വീട്ടിലേക്ക് പോവരുത് കേട്ടോ, ചേട്ടായുടെ വീട്ടിലേക്ക്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട്. അവിടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ പിള്ളേർ പിന്നെ ചെറുക്കനും പെണ്ണും വരാനായപ്പോഴത്തേക്ക് ഇതാ ഞങ്ങൾ അവിടേക്ക് വന്നു കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആണ് നിൽക്കുന്നവര്. അവരൊക്കെ സാരിയൊക്കെ ഉടുത്താണ് കേട്ടോ. ഒരു ടെമ്പിൾ വെഡിങ് ആ ഒരു ഇതിലാണ് കേട്ടോ എല്ലാരും വന്നേക്കുന്നതൊക്കെ. നമ്മൾ അമ്പലത്തിലേക്ക് പോയില്ല. അങ്ങനെ എന്താ പറയാ, ഇത് പാട്ടൊക്കെ സെറ്റ് ആക്കുകയാണ് കേട്ടോ. പാട്ടുള്ളത് കൊണ്ട് എനിക്ക് അവരുടെ ഡാൻസ് മാത്രമേ പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ, പാട്ട് പിടിക്കാൻ. അപ്പൊ നമുക്കിവിടെ ഇങ്ങനെ നല്ല ആഘോഷമായിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ചെക്കന്മാർക്കൊക്കെ ഒരു ഹരമാണ് കേട്ടോ. എല്ലാരും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ലൊരു രസമാണ്. അങ്ങനെയാണല്ലോ ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഓണാവുക. അങ്ങനെ ചെറുക്കനും പെണ്ണും വന്നു. നമ്മുടെ ചെറുക്കൻ വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ. പെണ്ണാണെങ്കിലും കൊച്ചുള്ളത് കൊണ്ടും അല്ലെങ്കിലും ഡാൻസ് കളിക്കാനൊന്നും ഞാൻ അങ്ങനെ ഇറങ്ങാറില്ല കേട്ടോ. എന്താ പറയാ, അവരുടെ ഒരു വൈബ് അല്ലല്ലോ നമുക്ക്. പക്ഷെ കല്യാണം കൂടാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അവരൊക്കെ നമ്മുടെ എന്താ പറയാ ഏറ്റവും അടുത്ത ആൾക്കാരായിരുന്നല്ലോ. ഇപ്പോഴാണ് നമ്മൾ കുറച്ച് വിട്ട് നിൽക്കുന്നത്. ഈ റോട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോവാനുണ്ട് കേട്ടോ, നമ്മുടെ ചെറുക്കന്റെ വീട്ടിലേക്ക്. അപ്പം അങ്ങനെ ഇവരെ അവിടത്തേക്ക് നടത്താനാണ് ഇവരുടെ പ്ലാന്. ഡാൻസും കളിയൊക്കെ ആയിട്ട്. നമുക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ആ ബസ് കിടക്കുന്നില്ലേ, അവിടുന്ന് കുറച്ച് മുന്നോട്ട് സൈഡിലേക്കുള്ള വഴി കൂടെ പോണം കേട്ടോ ചേട്ടായുടെ വീട്ടിലേക്ക്. അപ്പൊ എന്റെ കല്യാണം ഞാൻ ഓർത്തു പോയി. ഇവരെ എല്ലാരും കൂടെ, എനിക്ക് തോന്നുന്നു ഇതിലും ആളുണ്ടായിരുന്നു എന്ന്. പിന്നെ വിരുന്നുകാരും എല്ലാരുമായിട്ട് അന്ന് ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ ഇതാ ഈ വണ്ടിയിൽ കയറി നിൽക്കുന്ന ആൾക്കാർ തന്നെ, അവരൊക്കെ ഇത്ര ഇതായില്ലെങ്കിലും അവരൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടായിരുന്നവര്. അപ്പം ഇനി ഇവരുടെയൊക്കെ കല്യാണം വരുന്നുണ്ട്. അല്ല, ഒരാളുടെ കളിക്കുന്ന ആളുടെ കല്യാണം കഴിഞ്ഞു കേട്ടോ. നമുക്ക് അങ്ങനെ കൂടാൻ സാധിച്ചില്ല, ചെറുതായിട്ടായിരുന്നു. അപ്പോഴാണ് ഇത് കണ്ടോ, ചേട്ടനും അനിയത്തിയും കൂടെ നടക്കണ കണ്ടോ. അവൻ നല്ല കെയറിങ് ആയിട്ട് അവളെ കെയർ ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ. അത്രയും ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഇത് നമ്മുടെ ഗ്രൗണ്ട് ആണ് കേട്ടോ. നമ്മുടെ എല്ലാ പരിപാടികളും ഇവിടെ വെച്ച് തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് ഡാൻസ് കളിക്കാനാണ്. കുറച്ച് പാട്ടും ഡാൻസൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വീട്ടിൽ കയറുന്നതിന് മുന്നേ അങ്ങോട്ടാ പോയെ. അപ്പം ഇനിയിപ്പൊ പെണ്ണും ഫ്രണ്ട്സും ഒക്കെ കൂടെ ഡാൻസ് ഉണ്ട്. അങ്ങനെ ഇതാ അവരുടെ ഡാൻസ് ഒക്കെ പൂർവാധികം ശക്തിയോടെ, പാട്ട് ഇതിലേക്ക് വെക്കാൻ പറ്റാത്തത് കൊണ്ട് പാട്ട് വെക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ട് എന്താ പറയാ, ഫുട്ബോൾ ടൂർണമെന്റുകൾ അങ്ങനെയൊക്കെ വെക്കലുണ്ട് കേട്ടോ. എന്താ പറയാ, ഒരു ആഘോഷം തന്നെ. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പൊ കുറച്ചങ്ങോട്ട് എല്ലാരും ജോലിക്കൊക്കെ പോയി കുറച്ച് അങ്ങനെ ഒരു വൈബൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ നാട്ടിലില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് അങ്ങനെ പൊതുവായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ ചെറുക്കന്റെ വീടിന്റെ മുന്നിൽ എത്തി കേട്ടോ. അവിടെ വെച്ചും പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു കേട്ടോ. മിക്കിമോക്കൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ വലിയ ഉടുപ്പൊക്കെ ഇടിയിച്ചാണേ കൊണ്ടുവന്നേ. അപ്പം അതിൻ്റെതായ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ മിക്കിമോളും അപ്പേ നിക്കണ്. എനിക്ക് എന്താ പറയാ, വീഡിയോ പിടിച്ചു തരാനോ ഒന്നും ആളില്ലാത്തത് കൊണ്ട് നമുക്കൊരു പരിപാടിയിൽ നന്നായിട്ട് കൂടണമെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒന്നും പിടിക്കാതെ നമ്മൾ അതില് എന്താ പറയാ, അതുകൊണ്ടാണ് എനിക്ക് അധികം വീഡിയോസ് ഒന്നും കിട്ടാത്തത് കേട്ടോ. ഞാനിപ്പം ബ്ലോഗുകളൊക്കെ കുറച്ചാണ് ഇടുന്നത്. എന്താ പറയാ, നമ്മൾ ആ സമയം അങ്ങോട്ട് എൻജോയ് ചെയ്യാണ്, അല്ലാണ്ട് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കുറച്ചൊരു ബാക്കോട്ട് നിക്കുന്നേ.
അപ്പൊ ഇതാ പെണ്ണിന്റെ ഫ്രണ്ട്സ് ഉണ്ട്, ചെറുക്കന്റെ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാരും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുവാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ എന്താ പറയാ ഭക്ഷണം എന്താ പറയാ വന്നിട്ടില്ല. അടുത്ത ട്രിപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ ചേട്ടായിയാണ് അന്നേരം ഈ വീഡിയോ ഒന്ന് പിടിച്ചു തന്നെ. ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം ബിരിയാണി ഞാൻ എന്താ കഴിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മിക്കിക്ക് ഫുഡ് ഞാൻ നേരത്തെ വാങ്ങിക്കൊടുത്തു. അപ്പം ഞാൻ കുറച്ച് ബിരിയാണി കഴിച്ചായിരുന്നു. അവളുടെ കൂട്ടത്തിൽ തന്നെ അവക്കൊരു ഫുൾ ബിരിയാണിയാണ് എടുത്തത്. പിന്നെ ഇവരോട് ഇരുന്ന് കഴിക്കാലോ വിചാരിച്ച് ചോദിച്ചു. ഇതൊക്കെ ചേട്ടായുടെ പഴയ ടീംസ് ആട്ടോ. അവര് പഴയ കഥകളൊക്കെ പറഞ്ഞ്, ചേട്ടാ ഇങ്ങനെയുള്ള കുറച്ച് ടൈമാണ് കേട്ടോ ചേട്ടായുടെ ഒരു പഴയ കാലമൊക്കെ എൻജോയ് ചെയ്യുന്നത്. എനിക്ക് പിന്നെ തീരെ അങ്ങനെ ഒരു കാലം കിട്ടാറില്ല. ഫ്രണ്ട്സിനെ ഒന്നും കാണാറില്ല, മീറ്റ് ചെയ്യാറില്ല. പക്ഷെ ഇവര് ഭയങ്കര നല്ല രസമാണ് ഇവരുടെ കഥയൊക്കെ കേട്ടിരിക്കാൻ കേട്ടോ. മിക്കിമോൾ അതാ കുഞ്ഞൂട്ടന്റെ കൂടെ ഇരിക്കുകയാണ്. കുഞ്ഞൂട്ടനെ എങ്ങനെ എന്താ പറയാ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മിക്കിന് പെൺകുട്ടികളാണെന്ന് തോന്നുന്നു അവന് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.